നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 86-ാമത്തെ മിനിറ്റ് വരെ പോർച്ചുഗൽ തോറ്റു എന്ന് കരുതിയതാണ്. പക്ഷേ 81-ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന ട്രിങ്കാവോക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അവൻ ഗോളടിച്ചു, ടീമിനെ ഒപ്പമെത്തിച്ചു. പിന്നീട് എക്സ്ട്രാ ടൈമിലെ 2 ഗോളുകൾ ട്രിങ്കാവോയും ഗോൺസാലോ റാമോസും ഗോളടിക്കുന്നു. പോർച്ചുഗൽ തകർപ്പൻ ജയത്തോടെ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നു പോകുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ 6-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി പാഴാക്കിയിരുന്നു. എന്നാൽ അതേ CR7 തന്നെ പിന്നീട് 72-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു. ഏതായാലും 5-2 വിജയം 2-ാം പാദത്തിൽ നേടിയതോടെ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അഗ്രിഗേറ്റ് സ്കോർ 5-3 വിജയവുമായിട്ട് പോർച്ചുഗൽ ഡെൻമാർക്കിനെ മറികടന്ന് ഇതാ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. സെമിയിൽ ജർമ്മനിയാണ് പോർച്ചുഗലിൻ്റെ എതിരാളികൾ. ഈ മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയും ഗോൺസാലോ റാമോസും ഓരോ ഗോളുകൾ കണ്ടെത്തിയപ്പോൾ ട്രിങ്കാവോ ഇരട്ട ഗോളുകളാണ് നേടിയത്. ശേഷിക്കുന്ന ഗോൾ ഡെൻമാർക്ക് താരം ആൻഡേഴ്സൻ്റെ ഓൺ ഗോളായിരുന്നു. ഡെൻമാർക്കിന് വേണ്ടി നിസനും എറിക്സനുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ലിസ്ബണിൽ വെച്ച് നടന്ന മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, റാഫേൽ ലിയാവോ, കോൺസിസാവോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. മറുഭാഗത്ത് ഹോയ്ലൻഡിനെ മുന്നിൽ നിർത്തി എറിക്സനും അതുപോലെ ഐസക്സനും ഒക്കെ അണിനിരന്നുകൊണ്ടാണ് ഡെൻമാർക്ക് കളത്തിലേക്ക് വന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി വിൻ ചെയ്തെടുക്കുന്നു. ആ പെനാൽറ്റി 6-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി അദ്ദേഹം ഗോളാക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തു നിൽക്കവേ സമീപകാലത്ത് ക്രിസ്ത്യാനോ അടിച്ച ഏറ്റവും മോശം പെനാൽറ്റി എന്ന് പറയാം. അത്തരത്തിലുള്ളൊരു ഷോട്ട് വളരെ അനായാസം അഷ്മൈക്കൽ സേവ് ചെയ്യുകയായിരുന്നു. വലിയ നിരാശ ആരാധകർക്കുണ്ടാക്കിയ ഘട്ടമാണത്. പിന്നീട് കളിയുടെ 38-ാമത്തെ മിനിറ്റിൽ ആൻഡേഴ്സൻ്റെ ഓൺ ഗോള് പോർച്ചുഗലിന് ലീഡ് സമ്മാനിക്കുന്നു. എന്നാൽ 56-ാമത്തെ മിനിറ്റിൽ നിസനിലൂടെ ഡെൻമാർക്ക് തിരിച്ചടിക്കുന്നു. കളി 1-1 സമനില, അതായത് അഗ്രിഗേറ്റ് ഡെൻമാർക്കിന് ലീഡ്. 72-ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പോർച്ചുഗലിന് വീണ്ടും ലീഡ്. പക്ഷേ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത ഡെൻമാർക്ക് 76-ാമത്തെ മിനിറ്റിൽ തന്നെ എറിക്സണിലൂടെ ആ ഒരു ഗോൾ മടക്കിയടിക്കുന്നു. അഗ്രിഗേറ്റിൽ വീണ്ടും ഡെൻമാർക്കിന് ലീഡ്. അങ്ങനെ കളി മുന്നോട്ട് പോകവേ 80 മിനിറ്റ് കഴിയുന്ന ഘട്ടത്തിലാണ് ട്രിങ്കാവോ കളിക്കളത്തിലേക്ക് വരുന്നത്. 86-ാമത്തെ മിനിറ്റിൽ ട്രിങ്കാവോയുടെ ഗോൾ മത്സരം വീണ്ടും അഗ്രിഗേറ്റിൽ സമനിലയാകുന്നു. അഗ്രിഗേറ്റ് സമനില. കളി എക്സ്ട്രാ ടൈമിലേക്ക് 91-ാമത്തെ മിനിറ്റിൽ വീണ്ടും ട്രിങ്കാവോയുടെ ഗോൾ. ഒടുവിൽ 115-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസും ഗോൾ അടിച്ചതോടെ 5-2 ഈ മത്സരം വിജയിച്ചു. അഗ്രിഗേറ്റ് 5-3 വിജയിച്ചുകൊണ്ട് പോർച്ചുഗൽ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.